നമ്മുടെ മുടി കൊഴിയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് ഈ ചൂടുവെള്ളത്തിലെ കുളിയും ക്ലോറിൻ വെള്ളത്തിലെ കുളിയും. ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ഹെയറി ബോയ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഈ ചൂടുവെള്ളം, ക്ലോറിൻ വെള്ളം ഇതിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിയോ എന്നുള്ളത്. എന്നാൽ ആരും തന്നെ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, 100% നിങ്ങളുടെ മുടി കൊഴിയും. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചൂട് നമ്മുടെ സ്കാൽപ്പിനും നമ്മുടെ ഹെയറിനും ഒട്ടും സ്യൂട്ട് ആവത്തില്ല. അതിൻ്റെ ഒരു പ്രോപ്പർ ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്നും പറയാനില്ല. പക്ഷെ എന്നാലും ഈ ചൂട് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിന് അല്ലെങ്കിൽ ഹെയറിന്റെ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഒന്നല്ല. ഈവൻ പഠനങ്ങൾ പറയുന്നത് ഈ ഡയറക്റ്റ് സൺലൈറ്റ് പോലും അടിക്കുന്നത് നമ്മുടെ ഹെയർ ഡാമേജ് ആക്കും, നമ്മുടെ സ്കാൽപ്പ് ഡാമേജ് ആക്കും, നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാൻ കാരണമാവുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ തിളച്ച വെള്ളം എടുത്ത് തലയിൽ കൂടെ ഒഴിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മുടി എത്രത്തോളം സർവൈവ് ചെയ്യും? സ്വാഭാവികമായിട്ടും കൊഴിഞ്ഞു പോകും. നിങ്ങൾക്ക് ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഗൾഫിൽ പോകുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇവിടെ നിന്ന് അവർ അത്യാവശ്യം നല്ല മുടിയൊക്കെ ആയിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. തിരിച്ചു വരുമ്പോഴത്തേനും തലയിൽ കൊണ്ടുപോയ മുടിയൊന്നും കാണത്തില്ല. ഇതെന്തുകൊണ്ടാണ്? ഇതാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് അവിടെ ഭയങ്കരമായ ചൂടും വെയിലുമാണ്. ഇത് ഇവിടെ നിന്ന് പോകുന്ന അല്ലെങ്കിൽ ഈ ക്ലൈമറ്റിൽ നിന്ന് പോകുന്ന ഒരാളിന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവരുടെ ഹെയർ അല്ലെങ്കിൽ സ്കാൽപ്പ് അതൊന്നും ഒരിക്കലും കണ്ടീഷൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ തയ്യാറാവാറില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഹെയർ ഫോളും ഹെയർ ലോസും ഒക്കെ സംഭവിക്കുന്നത്. പിന്നെ ഈ ഗൾഫിൽ പോകുന്ന ആൾക്കാരുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ പാവം ഈ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ അവർ ഈ തലയിലെ മുടിയുടെ എണ്ണമൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. അവർക്ക് അവരുടെ കുടുംബം നോക്കണം, അതിനിടയിൽ അവർ ഈ നഷ്ടപ്പെട്ടു പോകുന്ന മുടിയൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതുകൊണ്ടാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് ഡിവൈസസ് ആയിട്ടുള്ള ഡ്രയർ, ഹീറ്റർ ഇതൊന്നും നമ്മൾ അധികം നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒന്നും യൂസ് ചെയ്യരുതെന്ന് പറയുന്നതിന്റെ കാര്യം. കാരണം ഓവർ ഹീറ്റ് അടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് തന്നെ ഫോം ചെയ്യുന്ന ഒരു നാച്ചുറൽ ഓയിലുണ്ട്. ഇതിന്റെ പ്രസൻസ് കംപ്ലീറ്റ്ലി ഇല്ലാതാവുകയും നമ്മുടെ ഹെയറും നമ്മുടെ സ്കാൽപ്പും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവുകയും ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഹെയർ ഫോൾ ആവാനും ഹെയർ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഇത് തന്നെയാണ് നമ്മുടെ തലയിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴും സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ നാച്ചുറൽ ഓയിൽ ടെക്സ്ചർ ഉണ്ട്. നമ്മുടെ തലയിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ നാച്ചുറൽ ഓയിൽ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവുകയും നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും തിന്നാവുകയും ചെയ്യുന്നു. അതുകൂടാതെ ഇത് ഒരുപാട് ഡാമേജസിനും ഹെയർ ഫോളിനും കാരണമാവുന്നു. അതുപോലൊരു സംഭവമാണ് ഈ ക്ലോറിൻ വെള്ളം എന്ന് പറയുന്നത്. ക്ലോറിൻ വെള്ളത്തിൽ കുളിക്കുന്നതും ഇതേപോലെ നമ്മുടെ ഹെയർ ലോസിന് കാരണമാവുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രോസസ്സാണ്. ഈ ക്ലോറിൻ വെള്ളം യൂസ് ചെയ്ത് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ ക്ലോറിൻ വെള്ളവും മറ്റേ ചൂടുവെള്ളം പോലെ തന്നെ നമ്മുടെ ഹെയർ ഡ്രൈ ആവാനും ഡാമേജ് ആവാനും ഫോൾ ആവാനും കാരണമാകുന്നു. ഒരുപാട് പേര് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതായത് ചേട്ടാ, ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിയോ? ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങളുടെ മുടി എപ്പോൾ ഏതിലേക്കൂടെ പോയെന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഈ ജോലിക്ക് പോകുന്നവര് അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിലൊക്കെ സ്റ്റേ ചെയ്യുന്നവര് ഇവർക്കൊന്നും വേറെ ഓപ്ഷൻ ഇല്ല. കാരണം കുളിക്കണം എന്നുണ്ടെങ്കിൽ ക്ലോറിൻ വാട്ടർ മാത്രമാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് മാത്രമാണ് നിങ്ങളുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മുടി കൊഴിയും. അതിനിപ്പോ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചൂടുവെള്ളത്തിനാണെങ്കിലും ക്ലോറിൻ വെള്ളത്തിനാണെങ്കിലും സെയിം പ്രോപ്പർട്ടീസ് ആണുള്ളത്. അതായത് രണ്ടും ചെയ്യുന്നത് ഒരേ കാര്യമാണ്. നമ്മുടെ ഹെയറിന്റെ നാച്ചുറൽ ഓയിൽ ടെക്സ്ചറിനെ ഇല്ലാതാക്കും, ഹെയർ ഡ്രൈ ആക്കും, അത് ഹെയർ ഫോളിന് കാരണമാക്കും. ഇതാണ് രണ്ടും ചെയ്യുന്നത്. കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ചൂടുവെള്ളത്തിന്റെ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളത്തിൽ തല കുളിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കുക. കാരണം ചൂടുവെള്ളത്തിൽ തല കുളിക്കരുത്. ഇനിയിപ്പോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ചൂടുവെള്ളം തലയിൽ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾക്കിപ്പോ ബോഡി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം വെച്ച് വാഷ് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ തലയുടെ കാര്യത്തിൽ വരുമ്പോൾ, നിങ്ങളുടെ ഹെയറിന്റെയും സ്കാൽപ്പിന്റെയും കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ ഈ ചൂടുവെള്ളം മസ്റ്റായിട്ട് ഒഴിവാക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ ഡാമേജും ഈ പറഞ്ഞ ഹെയർ ഫോളും ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇനി ക്ലോറിൻ വാട്ടറിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നവര്, പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവര്, ഇവർക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പറയുന്ന ക്ലോറിൻ വാട്ടർ ആണ്. അപ്പൊ അവർക്ക് അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. എന്ത് തന്നെയാണെങ്കിലും ഈ ക്ലോറിൻ വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ. അതായത് ഹെയർ പോവും, കംപ്ലീറ്റ് ആയിട്ട് പോകും. അതിൽ ഒരു സംശയവും ഇല്ല. അതിലിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഡെയിലി കുളിക്കുന്നത് ഒഴിവാക്കിയിട്ട് ആഴ്ചയിൽ 2 ദിവസം ആക്കുക. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും കുളിക്കാതെ നനയ്ക്കാതെ നടക്കണമെന്ന്. അങ്ങനെയല്ല. ഈ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം തല വാഷ് ചെയ്യുക. നിങ്ങളുടെ ഹെയർ നിങ്ങൾ വാഷ് ചെയ്യുക. നിങ്ങൾ അല്ലാതെ കുളിച്ചോ, ഡെയിലി കുളിച്ചോ, ഈ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം തല കഴുകുക.
ആ ഒരു രീതിയിലേക്ക് മാറാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ കുറയ്ക്കാം. കംപ്ലീറ്റ് ആയിട്ട് നിർത്താന്ന് ഞാൻ പറയുന്നില്ല, ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ഞാൻ എവിടെയെങ്കിലും പോയാൽ അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും കുറച്ച് ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയറും സ്കാൽപ്പും ഒക്കെ വാഷ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വാഭാവികമായിട്ടും അവിടെ കിട്ടുന്ന ക്ലോറിൻ വെള്ളമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയറും സ്കാൽപ്പും ഒക്കെ വാഷ് ചെയ്യുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് 2 ലിറ്ററിൻ്റെ ഒരു മിനറൽ വാട്ടർ ഇല്ലേ, വലിയ കുപ്പി, ആ ഒരു തണുത്ത ഒരു കുപ്പി മിനറൽ വാട്ടർ ഞാൻ മേടിച്ച് വെച്ചേക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കും ഇവനെന്തോ മൂത്ത പ്രാന്താണെന്ന്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല, കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ഇത് നശിപ്പിച്ച് കളയാൻ ഒരു ആഗ്രഹവും ഇല്ല. അതുകൊണ്ട് ഒരു റിസ്ക് എടുത്തുള്ള പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല. കുറച്ച് പൈസ പോയാലും വേണ്ടൂല. അതുകൊണ്ട് ഞാൻ ഒരു മിനറൽ വാട്ടർ മേടിച്ച് വെച്ചേക്കും. ഈ കുളിക്കുന്ന സമയത്തൊക്കെ നോർമലി അവിടെയുള്ള ക്ലോറിൻ വെള്ളം വാട്ട് എവർ ഇറ്റ് ഈസ് എന്തായാലും അത് വെച്ച് തന്നെ കുളിക്കും. അത് കഴിഞ്ഞിട്ട് ഈ തല കഴുകുന്ന സമയത്ത് ഞാൻ ഈ മിനറൽ വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ തല കഴുകുന്നത്. നോർമലി ചിന്തിക്കുമ്പോൾ ഇത് എല്ലാവരെ കൊണ്ടും നടക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഞാനായി കഴിഞ്ഞാലും വല്ലപ്പോഴും ഒക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. അതല്ലാതെ ഡെയിലി ഈ പറയുന്ന പോലെ 2 ലിറ്ററിന്റെ മിനറൽ വാട്ടർ മേടിച്ച് തല കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ ആ വഴിക്ക് കുറെ പൈസ അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവർക്കും ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആവണമെന്നില്ല. ഞാനൊരു സൊല്യൂഷനാണ് പറഞ്ഞത്. ഞാനിപ്പോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. പിന്നെ ഈ ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റൊരു സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ഡെയിലി തല കുളിക്കുന്ന ഒഴിവാക്കിയിട്ട് ആഴ്ചയിൽ 2 ദിവസത്തേക്ക് നിങ്ങൾ മാറ്റുക. മാക്സിമം ശ്രമിക്കുക. കാരണം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഒരുപാട് ടയേർഡായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ആയിരിക്കും. നമുക്ക് എന്തായാലും കുളിച്ചേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും പറയാനില്ല. ഇപ്പം ഞാനായി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അല്ലാത്ത പക്ഷം ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം ഗ്യാപ്പിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അതല്ലാതെ ഇപ്പോൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ നല്ല ക്ഷീണിച്ച് നല്ല അഴുക്കൊക്കെ ആയിട്ട് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഡെയിലി വാഷ് ചെയ്തേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഗൈസ്, അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. പറ്റുന്നതാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ സാഹചര്യങ്ങളാണല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റിൽ ചോദിക്കുക. പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ഹെയറി ബോയ്. ബൈ.